വാഷിംഗ്ടൺ ഡിസിയിലെ ഫൊക്കാന അന്തർദേശീയ സമ്മേളനത്തിൽ കോരസൺ വർഗീസ് എഴുതിയ പ്രവാസിയുടെ നേരും നോവും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മുൻ അംബാസഡർ ടി പി ശ്രീനിവാസൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി എം വി നികേഷ് കുമാറിന് കൈമാറി. ടി പി ശ്രീനിവാസൻ തന്റെ പ്രസംഗത്തിൽ കോരസൺ വർഗീസിന്റെ എഴുത്തും പ്രമേയവും പരിചയപ്പെടുത്തി. നേരും നോവും എന്ന പുസ്തകത്തിലെ ഓരോ ലേഖനങ്ങളും വായനയുടെ വിശാലമായ ലോകം തുറന്നു തരുമെന്ന് ടി പി ശ്രീനിവാസൻ പറഞ്ഞു. കോരസനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ പുസ്തകം എല്ലാവരും വായിക്കുമെന്നും ആസ്വദിക്കുമെന്നും അതേസമയം പാഠങ്ങൾ പഠിക്കും എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. മനസ്സിലേക്ക് പടർന്നു കയറുന്ന ആഖ്യാന ശൈലിയാണ് പുസ്തകത്തിന്റെ സവിശേഷതയെന്ന് എം വി നികേഷ് കുമാർ. പ്രവാസിയുടെ നേരും നോവും എന്ന കോരസന്റെ പുസ്തകം വായിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും വായിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രവാസികൾ മാത്രമല്ല, നാടുകടത്തപ്പെട്ടവരാണ് ഏറ്റവും നല്ല സാഹിത്യം രചിച്ചിട്ടുള്ളത്. ആത്മബലമുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. എഴുത്തുകാരൻ സക്കറിയ അവതാരികയും മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രവികുമാർ പഠനവും നടത്തിയിരിക്കുന്നു. ഗ്രീൻ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കവി മുരുകൻ കാട്ടാക്കട, കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ്, ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. കോരസൺ വർഗീസ് മറുപടി പ്രസംഗം നടത്തി. 24 USA.